ആദിവാസികൾക്ക് ഭൂമി ദാനമല്ല, അത് അവകാശമാണെന്ന് പറഞ്ഞു നടത്തിയിട്ടുള്ള മുത്തങ്ങ സമരത്തിന് ശേഷമുണ്ടായിട്ടുള്ള വെടിവെപ്പ്, കൊല്ലപ്പെട്ട പോലീസുകാരൻ വിനോദ് കുമാറിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ കേസിൽ ശിക്ഷാവിധി വരികയാണ്. വിനോദ് കുമാർ കൊലപാതകം തെളിയിക്കാൻ സാധിക്കുന്നില്ല അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. അതേസമയം പോലീസുകാരൻ അബ്ദുൽ സലാം വധശ്രമ കേസിൽ 4 പേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നു. 5 വർഷം കഠിന തടവും 10,000 രൂപ ശിക്ഷയും ഇപ്പോൾ കോടതി വിധിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. എം കമൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കമൽ, നമ്മൾ നേരത്തെ സംസാരിച്ചത് കോടതിയുടെ ശിക്ഷാവിധിയെ പറ്റി, ഒപ്പം തന്നെ ഈ ശിക്ഷ വിധിക്കുമ്പോൾ കോടതി പ്രസ്താവിച്ചിട്ടുള്ള, കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളെ പറ്റിയുമാണ്. തുടരാം. അക്ഷയ, കോടതി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ചിലർ സമരങ്ങളെ തീവ്രവാദമായി വ്യാഖ്യാനിക്കും, മറ്റു ചിലർക്ക് അത് സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഈ മുത്തങ്ങയിൽ ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ നടത്തിയ സമരത്തെ, അതിൻ്റെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കോടതി ഉൾക്കൊണ്ടു എന്നാണ് ഈ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. മറ്റൊന്ന്, ഈ ഗീതാനന്ദനുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്, അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് എന്ന് കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായി. മറ്റൊന്ന്, ഈ പ്രതികളുടെ പശ്ചാത്തലം ഒക്കെ രേഖപ്പെടുത്തുമ്പോൾ തന്നെ കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു. കാരണം ഇവരെ ആശ്രയിച്ച് കുടുംബം കഴിയുന്നവരാണ്. പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ വധശ്രമ കേസിൽ പരമാവധി ശിക്ഷയായ ജീവപര്യന്തം പ്രതികൾക്ക് നൽകണമെന്നുള്ളതാണ്. പക്ഷേ കോടതി പ്രതികളുടെ സാമ്പത്തിക സ്ഥിതിയും സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ കണക്കിലെടുത്ത് 5 വർഷം കഠിന തടവും 10,000 രൂപ മാത്രം പിഴയുമാണ് വിധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട വിനോദിനും പരിക്കേറ്റ മറ്റ് 2 ഉദ്യോഗസ്ഥർക്കും നഷ്ടപരിഹാരം നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റി സർക്കാരിൽ നിന്ന് DLSA മുഖേന നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി വിധിച്ചിട്ടുള്ളത്. അത് പ്രതികളുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് അവരിൽ നിന്ന് അത് ഈടാക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. മാത്രമല്ല, പ്രതികൾക്ക് ഇന്ന് തന്നെ ജാമ്യത്തിന് സമീപിക്കാം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഗീതാനന്ദൻ കോടതിയെ ബോധിപ്പിച്ചത് അദ്ദേഹമാണ് ഈ മറ്റു പ്രതികൾക്ക് നിയമപരമായ സഹായങ്ങളും സർക്കാരുമായുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് കണക്കിലെടുക്കണമെന്ന് ഉള്ള കാര്യം അതും കോടതി ഈ വിധിക്കിടയിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ജാമ്യം കിട്ടാതെ റിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്താകുമെന്നുള്ള ഒരു ആശങ്കയടക്കം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം, സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ സെഷൻസ് ജഡ്ജ് അയൂബ് ഖാൻ കണക്കിലെടുത്തു. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകളൊന്നും, ആ കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കി എന്നുള്ളതാണ്. ആകെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു പോലീസുകാരനായ അബ്ദുൽ സലാമിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ്. അതിൽ ഒരാൾ വധശ്രമത്തിൽ ഈ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഒരാളും അതിനായി ഗൂഢാലോചന നടത്തിയ മറ്റ് 3 പേരും ഉൾപ്പെടെയാണ് 4 പേർക്ക്, എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചത്. അത് പല വകുപ്പുകളിലായി ശിക്ഷ 19 വർഷം വരെയുണ്ട്. പക്ഷേ അത് 5 വർഷം അനുഭവിച്ചാൽ മതി എന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു.